റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾ ബൈബിൾ തുറന്ന് ആ വേദഭാഗങ്ങൾ ഫോളോ ചെയ്യുവാനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഈ വചനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നീതീകരണത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ചിന്തിച്ചിരുന്നു. ആദ്യത്തെ 11 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് നീതീകരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നീതീകരണത്തിൻ്റെ ഫലത്തെക്കുറിച്ചാണ്. 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നീതീകരണത്തിൻ്റെ അടിസ്ഥാനമാണ്. അപ്പോൾ നമ്മളതിൻ്റെ ആദ്യ ഭാഗമാണ്. ആദ്യ ഭാഗത്തിലെ ചില വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചിരുന്നു. അത് നിങ്ങളുടെ മനസ്സൊന്ന് റിഫ്രഷ് ചെയ്യാൻ അതുകൂടെ ഞാൻ ഒന്ന് സൂചിപ്പിച്ചിട്ട് ഇന്നത്തെ ധ്യാനത്തിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. എനിക്ക് അത്ഭുതം തോന്നി, ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സഹോദരൻ ബേബിച്ചൻ അതിൽ ചില പരാമർശങ്ങൾ ചെയ്തിരുന്നു. അദ്ദേഹം നേരത്തെ വായിച്ചത് കൊണ്ടാണോ അതോ അദ്ദേഹത്തിന് അന്നേരം ഉണ്ടായ പ്രചോദനമനുസരിച്ചാണോ? പക്ഷെ ഞാൻ സംസാരിക്കാൻ പോകുന്ന പല കാര്യങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് മാത്രമാണ് പ്രധാനപ്പെട്ടതെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്ക് തൊട്ട് തന്നെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇന്നത്തെ ദൂത് കാലഘട്ടത്തിൽ ക്രൈസ്തവർ ശരിക്കും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം അതിലേക്ക് നമുക്ക് പോകാം. എന്നാൽ 1-ാം വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയുള്ള കാര്യമാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ദൈവം എന്നെ നീതീകരിച്ചു, വിശ്വാസത്താലാണ് എൻ്റെ നീതീകരണം ഉണ്ടായത്. പാപിയായിരുന്ന ഞാൻ ഐ വാസ് അറ്റ് എൻമിറ്റി വിത്ത് ഗോഡ്. ദൈവം എന്നെ സ്വീകരിച്ചത് ഞാൻ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്തിൽ വിശ്വസിച്ചു എന്ന കാരണത്താലാണ്. വിശ്വാസം, ക്രിസ്തുവിൽ അർപ്പിച്ച ആശ്രയത്താലാണ് ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഒരു കർമ്മമാർഗത്തിലൂടെയല്ല. ഇത് വളരെ കൃത്യമായിട്ട് ആവർത്തിച്ച് ഈ ദൈവസഭയിൽ ഇത് പറയുന്നുണ്ടെങ്കിലും അത് നമ്മുടെ അകത്തൊന്ന് ഹിറ്റ് ചെയ്യണം. എന്തുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകും? അത് ഞാൻ ഏതാണ്ട് ഒരു കാര്യവും ചെയ്തിട്ടല്ല. ദൈവത്തിൻ്റെ പുത്രൻ്റെ യാഗമരണത്തെ തിരിച്ചറിയാൻ നമ്മുടെ മമ്മബുദ്ധിയെ ദൈവം തുറന്നു. അത് ദൈവത്തിൻ്റെ കരുണയാണ്, കൃപയാണ്. അങ്ങനെ യേശുക്രിസ്തുവിൽ അർപ്പിച്ച, ക്രിസ്തുവിൻ്റെ യാഗമരണത്തിൽ അർപ്പിച്ച വിശ്വാസത്താൽ മാത്രമാണ് നാം നീതീകരിക്കപ്പെടുന്നത്.
വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. നീതീകരിക്കപ്പെടുക എന്ന വാക്ക് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്കതറിയാമെന്നതാണ്. God declares us to be righteous. കുറ്റവിമുക്തരായി ദൈവം നമ്മളെ പ്രഖ്യാപിക്കുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം, വളരെ പ്രധാനപ്പെട്ടതാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. ത്രൂ ക്രൈസ്റ്റാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത്. ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാലാണ്, നമ്മുടെ പ്രവൃത്തിയാലല്ല. ക്രിസ്തു ചെയ്ത പ്രവൃത്തികളെ നാം വിശ്വസിച്ചു. ഇറ്റ് ഈസ് ത്രൂ ക്രൈസ്റ്റ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഒന്നാമത്തെ അനുഗ്രഹം, നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ആ വാക്കിൽ തന്നെ അന്തർലീനമായി കിടക്കുന്ന ഈ അർത്ഥം, നേരത്തെ നമുക്ക് സമാധാനമില്ലായിരുന്നു. നമ്മൾ സൺഡേ സ്കൂൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പെന്തക്കോസ്ത് പള്ളി വന്നു. പക്ഷേ വിശ്വാസത്താലുള്ള നീതീകരണം നടക്കുന്നതിന് മുമ്പ് നാം ദൈവത്തിൻ്റെ ശത്രുവായിരുന്നു. ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേലായിരുന്നു. പക്ഷെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അവത്തിൽ തുടർന്നാണ് ഒരു മാലയ്ക്ക് കോർക്കുന്നത് പോലെ പേൾസ് ഓരോന്നോരോന്നായിട്ടുള്ള ബെനിഫിറ്റുകൾ നമ്മൾ കാണുന്നത്. അപ്പം അത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. രക്ഷിക്കപ്പെട്ടു, എന്ത് കിട്ടി? സ്വർഗത്തിൽ പോകും. അത് കറക്റ്റ്, സ്വർഗത്തിൽ പോകും. പക്ഷെ സ്വർഗത്തിൽ പോകുന്നത് മാത്രമല്ല, ഈ ഭൂമിയിൽ നീതീകരിക്കപ്പെട്ടവർക്ക് ചില അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ കഴിയും. അതിനെക്കുറിച്ചാണ് പോൾ ഇവിടെ വിശദീകരിക്കുന്നത്. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ഈ രക്ഷാനിർണയം പ്രാപിക്കാതെ, നീതീകരണം പ്രാപിക്കാതെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട്, സഹോദരന്മാരോട് പറയാനുള്ളത്, എത്ര വലിയ പ്രശ്നമാണത്. നമുക്കൊരു ക്രിസ്തീയ പാരമ്പര്യം ഉണ്ടെങ്കിൽ പോലും ദൈവത്തിൻ്റെ കോപമാണ് നമ്മുടെ മേൽ. അതുകൊണ്ട് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ സാധ്യത വിശ്വാസത്താൽ നമ്മൾ ഏറ്റെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ന്യായങ്ങൾ നമ്മൾ പറഞ്ഞാലും we are not in the good books of God. ദൈവം നമുക്കെതിരാണ്. ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടുത്തെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ വരാനൊക്കത്തില്ല, ആരാധിപ്പാൻ വരാനൊക്കത്തില്ല. ഇതൊക്കെ ചടങ്ങുകൾ പോലെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നീതീകരിക്കപ്പെടുമ്പോഴാണ് എനിക്ക് ദൈവത്തോട് സമാധാനമുള്ളത്. അപ്പോൾ അവിടെ നിന്ന് മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നേരത്തെ ശത്രുക്കളായിരുന്നു, ഇപ്പോൾ സമാധാനമുണ്ട്. ഈ ദൈവത്തോട് സമാധാനമുള്ളവർക്കാണ് ജീവിതത്തിലെ പല ശോധനകളുടെ നടുവിൽ ദൈവത്തിൻ്റെ സമാധാനം അവരുടെ ഹൃദയത്തിൽ അനുഭവിക്കാൻ കഴിയുന്നത്. There is peace with God and peace of God. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. രണ്ടാമത്തെ അനുഗ്രഹം, 2-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു മൂലം, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അപ്പം നേരത്തെ നീതീകരണം നടക്കുന്നതിന് മുമ്പ് we had no access, നമുക്ക് പ്രവേശനമില്ല. ഇവിടെ പരാമർശിക്കുന്നത്
ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനം, കൃപാസനത്തിലേക്കുള്ള പ്രവേശനം, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നേരത്തെ നമുക്ക് ഈ വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വരാൻ അവകാശമൊന്നുമില്ല. കാരണം നാം ദൈവത്തിൻ്റെ ശത്രുവാണ്. പക്ഷേ ദൈവം നമ്മളെ ക്രിസ്തു മൂലം നീതീകരിച്ചു എന്ന കാരണത്താൽ we have access to the presence of God. എന്നാലും എപ്പോഴൊക്കെ ആയിരിക്കും? 24/7, ഏതു സമയത്തും എപ്പോഴും ഈ നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് പ്രവേശനം യേശുക്രിസ്തു മൂലം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ശരിക്കും പ്രസംഗിയാണ് വർഷിപ്പ് ലീഡർ. കാരണം ഈ വചനമാണ് നമ്മുടെ അകത്ത് വന്ന് ദൈവത്തെ ആരാധിക്കാൻ കത്തിക്കേണ്ടത്. സ്വത്രം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. 2-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, 3-ാമത്തെ അനുഗ്രഹം. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതും നമ്മൾ ചുരുക്കത്തിൽ ചിന്തിച്ചു. ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ we exult എന്ന വാക്കാണ്. we boast, we rejoice. അല്ലാതെ ഈ ലോകത്തിലെ ഒരു അനുഗ്രഹമല്ല. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് വലിയൊരു അനുഗ്രഹം. ദൈവ തേജസ്, എൻ്റെ ഭാവി സുരക്ഷിതമാണ്. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രസൻസിൽ, യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ, ആ മഹിമാസനത്തിൽ എനിക്ക് ചെല്ലാം. എനിക്ക് ഫുള്ളായി ആ ദൈവ തേജസ്, ആ സന്നിധിയിലേക്ക് എനിക്ക് പ്രവേശിക്കാം. അതുമാത്രമല്ല, അതിൽ അന്തർലീനമായിട്ടുള്ളത് നാം തന്നെ തേജസ്കരിക്കപ്പെടും എന്നുള്ള ആശയം അതിനകത്ത് ഞാൻ പറഞ്ഞില്ല. അതോട് ചേർന്ന് ഞാൻ പറയാം, ഇപ്പോൾ നാം ഓരോ ദിവസവും യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുക. ദൈവത്തിൻ്റെ തേജസ് പാപം ചെയ്ത നിമിത്തം നാം നഷ്ടപ്പെടുത്തിയവരാണ്. പക്ഷേ അനുദിനം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമായി ഒരു ദിവസം നാം അവനെ താൻ ഇരിക്കുന്ന പോലെ കാണും. അന്ന് നാം അവനെ പോലെയാകും. എങ്കിൽ മാത്രമേ ഈ ദൈവത്തിൻ്റെ മഹിമയുടെ മുൻപിൽ നമുക്ക് നിൽപ്പാൻ കഴിയുള്ളൂ. ദാറ്റ്സ് അവർ ഹോപ്പ്. അത് മാറാത്ത ഹോപ്പാണ്. പ്രത്യാശ എന്നൊക്കെ പറയുമ്പോൾ ഈ ലോകത്തിൽ ഒരുപാടുണ്ട്. ഞാൻ അങ്ങനെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്കത് ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. ഇതങ്ങനല്ല. ദൈവത്തിൻ്റെ വചനം അങ്ങനെ ആകയാൽ ആകാശവും ഭൂമിയും മാറിയാലും അതിന് മാറ്റമില്ല. നാം ദൈവത്തിൻ്റെ തേജസ്സിൽ പ്രത്യാശ വച്ചിരിക്കുന്നു, അല്ലാതെ ഈ ലോകത്തിലെ ഒരു കാര്യത്തിലുമല്ല. പ്രൈസ് ദി ലോർഡ്. 3 ബ്ലെസ്സിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. 4-ാമത്തേതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഇത് ഞാൻ വായിക്കാം. നിങ്ങൾ നോക്കുക, 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. 1-ാമത്തെ ബ്ലെസ്സിങ്. 2-ാം വാക്യം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. 2-ാമത്തെ അനുഗ്രഹം, നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ we rejoice, we boast. പ്രൈസ് ദി ലോർഡ്. 3 അനുഗ്രഹങ്ങൾ 4-ാമത്തെ 3-ാം വാക്യത്തിലാണ്. അത് തന്നെ അല്ല. എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, ഇനിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ആദ്യത്തെ 3 കാര്യം 1-ാം വാക്യത്തിൽ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടെന്ന് പറഞ്ഞാൽ, ദൈവം എൻ്റെ പൂർവകാല പാപങ്ങളെക്കുറിച്ച് കണക്കിടുന്നില്ല. The past has been taken care of.
2-ാം വാക്യത്തിൽ ആദ്യത്തെ ഭാഗം ആക്സസ് ടു ഗോഡ്. ഇന്ന് വർത്തമാനകാലത്തിൽ എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏത് സമയത്തും ചെല്ലാം. 2-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തിൽ എൻ്റെ ഭാവി കാലം, എനിക്ക് ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ, എൻ്റെ ഭാവി സുരക്ഷിതമാണ്. ഇത് കഴിഞ്ഞിട്ട് 3-4 വാക്യം, അവിടേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ഞാനത് വായിച്ചല്ലോ. അവിടെയും നമ്മൾ കാണുന്നു പ്രശംസിക്കുന്നു. പക്ഷേ ഈ പ്രശംസിക്കുന്നത് കഷ്ടതയിലാണ്. വളരെ ഇന്നത്തെ ധ്യാനം ശരിക്ക് ശ്രദ്ധിച്ചോണം. അയ്യോ, ഞാൻ ഓർത്തത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കഷ്ടതയില്ല, പ്രയാസമില്ല, നിന്നയില്ല, ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ റോൾസ് റോയ്സ് പോവുകയാണെന്നാണല്ലോ. അത് വേറെ ആരാണ്ട് ഏതോ പറഞ്ഞതാ. അങ്ങനല്ല സംഭവം, അങ്ങനല്ല സംഭവം. അങ്ങനെയാണെന്ന് നമ്മളെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചതാ. ക്രൈസ്തവ ഗോളത്തിൽ നല്ല ശതമാനം ആളുകൾ ചിന്തിച്ചിരിക്കുന്നത് ഇതാണ്. ദാറ്റ് ഈസ് നോട്ട് ദ ട്രൂത്ത്. 4-ാം വാക്യം നോക്കിക്കേ. നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഈ പ്രശംസിക്കുക എന്ന വാക്ക് 2-ാം വാക്യത്തിൽ നമ്മൾ കണ്ടതാ. ദൈവ തേജസ്സിൽ പ്രശംസിക്കുന്നു. 4-ാം വാക്യത്തിൽ കഷ്ടതയിൽ പ്രശംസിക്കുന്നു. 11-ാം വാക്യത്തിൽ ദൈവത്തിൽ പ്രശംസിക്കുന്നു. We exalt, we boast in sufferings. ആ 3-ാം വാക്യത്തിൽ തുടങ്ങുന്ന എങ്ങനെയാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? അത് തന്നെ അല്ല. നോട്ട് ഓൺലി ദിസ് എന്ന് പറഞ്ഞാൽ 1-ാം വാക്യത്തിലും 2-ാം വാക്യത്തിലും നമ്മൾ പഠിച്ചത് മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. കലവറകൾ അങ്ങോട്ട് തുറക്കുന്നതേ ഉള്ളൂ. ആർക്ക് വേണം ഇത്? We are so materially bound. നമ്മുടെ ഹൃദയം ദൈവം വിശാലമാക്കട്ടെ. കാര്യങ്ങൾ ഗ്രഹിപ്പാൻ ദൈവം നമ്മൾക്ക് കൃപ തരട്ടെ. പക്ഷെ പൗലോസ് വളരെ സർപ്രൈസിംഗ് ആയത്, ദൈവത്തിൻ്റെ കൃപ നിമിത്തം നാം ദൈവത്തിൻ്റെ തേജസ്സിൽ മാത്രമല്ല പ്രശംസിക്കുന്നത്, പക്ഷേ കഷ്ടതയിൽ പ്രശംസിക്കുന്നു. എന്താ അതിൻ്റെ കാരണം? ഈ കഷ്ടത നമ്മളിൽ വരുത്തുന്ന രൂപാന്തരത്തെക്കുറിച്ചുള്ള അറിവാണ് അപ്പോസ്തലൻ പറയുന്നത്. ഞാൻ അതിൽ പ്രശംസിക്കുന്നു, നമ്മൾ അതിൽ പ്രശംസിക്കുന്നു. God has a purpose. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ചള്ളും പൊട്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. Praise the Lord. We exalt in tribulations. അപ്പോൾ ദൈവത്തോട് സമാധാനമുണ്ടെന്നും കണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും നമുക്ക് സമാധാനമില്ല. പല മനുഷ്യരും നമ്മുടെ സമാധാനം കെടുത്തും. അതും ഇതുമൊക്കെ പറയും. ചിലപ്പോൾ വീട്ടിൽ തന്നെ അങ്ങനെ ഒരു ടോർപ്പിഡോ കാണും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആക്ച്വലായിട്ട് വിശ്വാസികൾ, അവർ പാർക്കുന്ന സമൂഹം വളരെ ഹോസ്റ്റൈലാണ്, ഈസി അല്ല. പക്ഷേ ഈ എതിർപ്പായിട്ടുള്ള സമൂഹത്തിലും നാം സന്തോഷിക്കാൻ കാരണമുണ്ട്. കാരണം ഈ എതിർപ്പുകളും നിന്ദകളും എൻ്റെ അകത്ത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോടെ എന്നെ അനുരൂപമാക്കുക. വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. 4-ാം വാക്യം ഒന്ന് വായിക്കാം. 4-ാം വാക്യം. നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. മതി. കഷ്ടങ്ങളിൽ. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോ? ബഹുവചനത്തില, പ്ലൂറൽ. കഷ്ടങ്ങളിൽ. മെനി ട്രിബ്യുലേഷൻസ്. ഇതിൻ്റെ അർത്ഥം ഞാൻ വിശദീകരിക്കാൻ പോകുകയാണ്. കുറേ മൈനറായിട്ടുള്ള ഇൻകൺവീനിയൻസ് എന്നുള്ള അർത്ഥമല്ല. ഓ, ഇങ്ങോട്ട് വന്ന വഴിക്ക് ടയറിൻ്റെ കാറ്റ് പോയി, അതല്ലിത്. അതല്ലിത്. ഓ, ഇന്നലത്തെക്കാട്ടി 2 ഡിഗ്രിയുടെ ചൂടാണ്, AC ഇല്ല, എന്തുവാ ഇത്, അതല്ലിത്. ചിലർക്ക് അതാണ് ഭയങ്കരം. ഈ പ്രാവശ്യം കിണറ്റി വെള്ളം തീരുമെന്നാ തോന്നുന്നത്. ഇതൊന്നുമല്ല ഇത്.
അതൊക്കെ ചില മൈനർ കാര്യങ്ങൾ. ഇവിടെ എഴുതിയിരിക്കുന്ന അർത്ഥം വലിയ സമ്മർദ്ദത്തിലാക്കുക എന്ന അർത്ഥമാണ്. ഗ്രേറ്റ് സ്ട്രെസ്, ഗ്രേറ്റ് പ്രഷർ. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ എന്താ ഇതിന് പറയേണ്ടത്? ഒരു നദി, അല്ലെങ്കിൽ നദി പോണ്ട, നിങ്ങളുടെ ടബ്, ആ ടബിനകത്ത് ഒരു ബോൾ എടുത്ത് നിങ്ങൾ അതിനെ പ്രസ് ചെയ്ത് അകത്തേക്ക് അതിനെ വെക്കുമ്പോൾ ആ പ്രഷർ, ആ സ്ട്രെസ്, ഇതുപോലെ ജീവിത അനുഭവങ്ങൾ ഒരു വിശുദ്ധനുണ്ടാകും. അതിൽ നാം പ്രശംസിക്കുന്നു. ആ അർത്ഥം ട്രിബുലേഷൻ എന്ന വാക്ക്. That is the life of a true Christian. Don't be fooled by another gospel. ഇതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ, ഈ ഒലിവുങ്കാകളൊക്കെ എടുത്ത് അത് സ്ക്വീസ് ചെയ്ത് പ്രസ് ചെയ്ത് അതിനകത്തുനിന്ന് ഒലിവ് ഓയിൽ എടുക്കാൻ തക്കവണ്ണം, എക്സ്ട്രാക്ട് ചെയ്യാൻ, ജ്യൂസ് എടുക്കാൻ ഇതിന് പിഴിയുന്നത് പോലെ ജീവിതത്തിൽ ചിലപ്പോൾ അതുപോലുള്ള ശക്തമായ എതിർപ്പിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താ? ഐ റിജോയ്സ്, ഐ എക്സോൾട്ട്, ഞാൻ അതിൽ പ്രശംസിക്കുന്നു. വിശ്വാസികൾ ഇത് മനസ്സിലാക്കണം. ഈ വാക്ക് ട്രിബുലേഷൻ എന്ന ഇംഗ്ലീഷ് തർജിമ, ഇതൊരു ലത്തീൻ വാക്കിൽ നിന്ന് ട്രൈബുലം എന്നൊരു വാക്കാണ്. പൗലോസിൻ്റെ ആ സമയത്ത് ഈ ട്രൈബുലം എന്ന് പറഞ്ഞാൽ ഒരു വലിയ തടിക്കഷ്ണം, പീസ് ഓഫ് ടിമ്പർ. ആ തടിക്കഷ്ണത്തിൽ മേൽ സ്പൈക്സ് ഉണ്ട്. എന്തിനാണെന്നറിയാമോ? അത് ചിലപ്പോൾ ചില മൃഗങ്ങളോട് ഘടിപ്പിച്ച് അതിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ വീറ്റും ചാഫും തമ്മിൽ ഇത് വേർതിരിക്കാനായി ഉപയോഗിക്കുന്നതാണ്. അതാണ് ട്രൈബുലം. അതിനകത്തു നിന്നാണ് ട്രിബുലേഷൻ എന്ന് പറഞ്ഞാൽ. ഞാനിത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ജീവിതത്തിൽ കളയായിട്ടുള്ളത്, വേണ്ടാതെയുള്ളത്, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നിരക്കാത്തതിനെ പറിച്ചു കളയുവാൻ, അതിനെ ചെത്തിമാറ്റുവാൻ, അതിനെ നീക്കം ചെയ്യുവാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ് ട്രിബുലേഷൻസ്. Praise the Lord. And we go through this tribulation. നമുക്ക് സ്വന്തമായി നടക്കത്തില്ല. ഇവിടെയാണ് ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ ആശ്രയിക്കേണ്ടത്. കാരണം ഈ ശോധനകൾ നമ്മെ ശുദ്ധീകരിക്കുകയാണ്. ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം നാം അവനെ നേർക്കുനേർ കാണുമ്പോൾ അവനെ പോലെയാകും. ക്രിസ്തീയ ജീവിതം എക്സിക്യൂട്ടീവായി എവിടെങ്കിലും ഇരിക്കുന്ന ജീവിതമല്ല. അത് ശോധനകളുടെയും പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും ജീവിതമാണ്. ഞാൻ അതും കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു നല്ല ധാരണ നമുക്കുണ്ടാകണം. എല്ലാ വിശുദ്ധന്മാരും ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ട്രിബുലേഷനുകൾ, ഈ സഫറിങ്ങുകൾ, ഈ ശോധനകൾ, ഇതെല്ലാം അവനെതിരായി വർക്ക് ചെയ്യല്ല, അവന് വേണ്ടി വർക്ക് ചെയ്യുക. അത് മനസ്സിലാകുമ്പോഴാണ് എനിക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നത്, പ്രത്യാശ എന്നിൽ വർദ്ധിക്കുന്നത്. നാം ഇനി മനസ്സിലാക്കണം, ക്രൈസ്തവ ഗോളം ചിലർക്ക് അറിയാം, അറിഞ്ഞാലും ഇഷ്ടപ്പെടാത്ത കാര്യം. ചിലർക്ക് അറിയില്ല. ഇവിടെ ട്രിബുലേഷൻ എന്നുള്ളതിൻ്റെ പ്രൈമറി ആപ്ലിക്കേഷൻ സാധാരണ മനുഷ്യർക്കുള്ള ട്രബിൾ എന്ന അർത്ഥത്തിലല്ല. ക്രിസ്തു നിമിത്തം ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടുള്ള പീഡനം, നിന്ന, പരിഹാസം എന്ന അർത്ഥമാണ്. നമ്മളെല്ലാവരും ഈ കാര്യം മനസ്സിലാക്കണം, പ്രത്യേകിച്ച് ഈ സഭയിലുള്ളവർ. ഞാൻ അവിടുന്ന് ബെന്തിക്കോസി വന്നു, എന്തിന് സ്വർഗത്തിലേക്ക് ഇനി അതിൻ്റെ പോരായ്മയൊന്നും വേണ്ട, ചെന്ന് സ്നാനപ്പെട്ടേച്ച്. നിങ്ങൾ റിയലായി രക്ഷിക്കപ്പെട്ടയാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകം യോഗ്യമല്ല. ഇതാണ് നീ 2024 ഏതോ സംഭവമാണെന്ന് പറയുന്നതല്ല പൗലോസ് പറയുന്നത്.
2024 ഞാൻ കാണുന്നു നീ ഭയങ്കര സംഭവം, നിങ്ങളുടെ പിള്ളേരെല്ലാം കൂടെ ഭയങ്കര സംഭവം. പോള് പറയുന്നത് അതല്ല, അത് വേറെ ഉപദേശം, ഇതാണ് ബൈബിൾ ഉപദേശം. നിങ്ങളൊരു റിയൽ വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസിയായത് നിമിത്തം നിങ്ങൾക്ക് പീഡനമുണ്ടാകും, പ്രതികൂലമുണ്ടാകും, നിന്ദയുണ്ടാകും, പരിഹാസമുണ്ടാകും എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? നമുക്ക് സംഘം കൂടി നിങ്ങളെ അടിക്കുന്നുടനെ നമ്മളെല്ലാം ഫോണുകളും വിളിക്കണം, നമുക്കെല്ലാം കൂടെ വന്ന് ആടി കൊടുക്കണം അവന്. ഇതാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. സ്തോത്രം. നമ്മളെല്ലാം കൂടെ ചേർന്ന് നിന്ന് അടിച്ചവനെ എന്ത് ചെയ്യണം? അടിക്കണം, അങ്ങനെ ഓടിക്കണം അവനെ. പൗലോസ് എന്താ പറയുന്നത്? ഈ പ്രതികൂലത്തിൽ ദൈവം ചില വൻ കാര്യങ്ങൾ നിൻ്റെ അകത്ത് ചെയ്യുക, അത് മനസ്സിലാക്കി പ്രതികൂലം വരുമ്പോൾ സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇതൊരു ഗുമ്മില്ല. പിന്നെന്താണ് നമുക്ക് കേൾക്കേണ്ടത്? നിന്നെ തൊടുന്ന പുള്ളികളെല്ലാം ചാമ്പലാവും. അപ്പോഴത്തേക്ക് അങ്ങ് ഇതാ. കാരണം അമ്മായിയമ്മയുടെ കാര്യം അന്നേരം ഓർത്തേ. സൂപ്പർ ഒരു അമ്മായിയമ്മ തന്നിരിക്കുന്നു. ക്രിസ്തു നിമിത്തമാണ് നിന്നെ ആട്ടുന്നതെങ്കിൽ സ്തോത്രം, അത് നിന്നെ ഗുണപ്പെടുത്താനാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ട്രിബുലേഷൻസ്, അത് സാധാരണ ആളുകൾ പറയുന്ന പോലെ മുട്ടിന് വേദനയും ഇങ്ങനെയുള്ള പരിപാടിയൊന്നുമല്ല. ക്രിസ്തു നിമിത്തമുണ്ടാകുന്നത് സഫറിങ്സ് ആണ്. ഇത് സംബന്ധിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത് യോഹന്നാൻ 16:33 ഈ റോമാലേഖനം 5:4 എഴുതിയിരിക്കുന്ന അതേ പദപ്രയോഗമാണ് മൂലഭാഷയിൽ. എങ്ങനെയാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ആ കഷ്ടമെന്ന് പറയുന്ന ആ വാക്ക്, ത്ലിപ്സിസ് എന്ന വാക്ക്, അത് തന്നെയാണ് റോമർ 5:4 എഴുതിയിരിക്കുന്ന ട്രിബുലേഷൻ. കർത്താവ് പഠിപ്പിച്ച ലോകത്തിൽ എപ്പോഴാണിത്? കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ട് മുൻപ് ശിഷ്യന്മാരോട് പറയാം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഇനി അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലപ്രവൃത്തി 14:22 ഇതുപോലൊരു വാണിംഗ് ആണ് പോൾ വിശ്വാസത്തിൽ കൊണ്ടുവന്നവരോട് പറയുന്നത്. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. ഇവിടെ കാണുന്ന ആളുകൾ മനസ്സ് പതറിപ്പോവും. അവിടെ മനസ്സ് ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. അടിയും ഇടിയും നിന്നെ ഉണ്ടെന്നാണ് വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് ഈ ചർച്ചിനോട് ബന്ധപ്പെട്ട എല്ലാവരും കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കണം. യേശു അത് പഠിപ്പിച്ചു. കർത്താവിനെ പിൻപറ്റിയ അപ്പോസ്തലന്മാർ അതാണ് പഠിപ്പിച്ചത്. ശരിക്കും നിങ്ങളിത് ചിന്തിച്ചാൽ ഇത് ആൻറ്റി പ്രോസ്പെരിറ്റി ഗോസ്പലാണ്. പ്രോസ്പെരിറ്റി ഗോസ്പലിന് തുരങ്കം വെക്കുകയാണിത്. ടി വിയിലൂടെ ഞാൻ കേട്ടപ്പോൾ സ്ക്രീനിന് നേരെ കൈ നീട്ടാൻ പറഞ്ഞു. അയ്യോ, എനിക്ക് ഏതാണ്ട് പോലെ. നിനക്ക് എന്നാ തോന്നി? എന്ത് തോന്നി നിനക്ക്? ഏതാണ്ട് തോന്നി. അത് ശരിയാ. ദൈവവചനം വായിക്കേ, വചനത്തിലേക്ക് മടങ്ങി വാ. മൂഢമണ്ഡലത്തിലാകരുത് നമ്മൾ. ബി മെച്യൂർ ക്രിസ്ത്യൻസ്, അണ്ടർസ്റ്റാൻഡ് ദ വേർഡ്. ഒരുപാട് ആളുകൾ ചിന്തിച്ചിരിക്കുന്നത് നമ്മളിങ്ങനെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഏതോ ഒരു ഇനി എന്നെ തൊടാൻ, അഭിഷക്തനെ തൊടാനൊക്കത്തില്ല. എടാ, ഈ സിമ്പിളായിട്ട് എൻ്റെ ചോദ്യം, അപ്പം യേശുവിനെ തൊട്ടില്ലേ? പൗലോസിനെ തൊട്ടില്ലേ? നീ അതിനെക്കാട്ടി വലിയ പുള്ളിയാണോ? ആരാണ്ട് നാളെ പറയുന്ന കേട്ടോ, ഈ പുള്ളിയെ തൊട്ടപ്പോൾ തെറിച്ചു പോയെന്ന്. എടാ എടാ എടാ. അപ്പം കർത്താവിനെ ഇങ്ങനെ ആണി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കൈ ഇങ്ങനെ അങ്ങ് കുഴഞ്ഞു പോയോ? എന്താണ് ഈ പറയുന്നത്?
ദൈവവചനം നമ്മൾ മനസ്സിലാക്കുക. ഈ കഷ്ടതകളും ഈ നിന്ദകളും ഈ പരിഹാസങ്ങളും നമുക്ക് ആഞ്ഞടിക്കും. മുമ്പേ ഇവിടെ ബോസ്റ്റൺ പ്രയർലെസ് പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെയും ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത സഹോദരൻ പറഞ്ഞ പോലെയും ഭാരതത്തിൽ അത്യുഗ്രമായി പീഡനം ഉണ്ട്. കേരളത്തിലുമുണ്ടിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത് വ്യാപകമാകുമ്പോൾ അത്ഭുതപ്പെടരുത്. We have signed up for this. നാം രക്ഷിക്കപ്പെട്ടാൽ ഇതാണ് പ്രതീക്ഷിക്കേണ്ടത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഇന്ന് നമ്മളിങ്ങനെ, ഞാൻ ഒച്ച വെച്ച് പറയുന്നു, നമ്മളിവിടെ ഒരു നല്ല ആലയത്തിൽ വന്ന് പ്രാർത്ഥന കൂടുന്നു. നാളെ ഇങ്ങനെ കടന്നു വരാൻ ഒത്തില്ലെങ്കിലോ? അയ്യോ, ഒക്കത്തില്ലേ? ഒത്തില്ലെങ്കിൽ എന്താ? വിശ്വാസം പോകരുത്. We rejoice. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ഈ കാര്യങ്ങൾ നമ്മളെ പിന്തുടരും. ഈ ലോകത്തിൽ അതുണ്ട്. പക്ഷെ ഇത് ഒരു വിശുദ്ധന്റെ ഹൃദയത്തെ തളർത്തത്തില്ല. അവൻ അതിൽ പ്രശംസിക്കുക. അതിൻ്റെ കാരണം അവനൊരു അറിവുണ്ട്. എന്താണ്? ഇതെൻ്റെ ഗുണത്തിന്, എൻ്റെ ഉള്ളിൽ ഇത് പ്രവർത്തിച്ച് എന്നെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാക്കുക. ഈ അറിവാണ് അവനെ പ്രശംസിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം നാം ഏത് കാര്യത്തിന് തയ്യാറായിരിക്കണം. എന്തെങ്കിലും വിഷയം ഉണ്ടാകാൻ പറയണം. ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ. നിങ്ങൾക്കറിയാമായിരുന്നോ? പിന്നെ ഞങ്ങളുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങൾക്കത് അതിൽ ഭാഗവാക്കായി. ഞങ്ങൾ we have tribulations in this world. ഇതൊരു പ്രൂണിങ് ഫോർക്ക് പോലെയാണ്. നമ്മുടെ അകത്തുള്ള വേണ്ടാത്ത കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യുക. അൺക്രൈസ്റ്റായിട്ടുള്ള കാര്യത്തെ റിമൂവ് ചെയ്ത് കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുകയാണ്. 2 തിമോത്തിയോസ് 3:12 നമുക്ക് വായിക്കാൻ ഇഷ്ടമില്ലാത്ത വാക്യമാണ്. പക്ഷെ നമ്മൾ അതുവഴിയൊക്കെ പോയതായി അടുത്ത കാലത്ത്. എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം മെഴ്സിഡീസ് ഓടി കാറും കിട്ടും. എല്ലാവർക്കും ഉപദ്രവം ഉണ്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഭക്തിയോടെ ജീവിക്കാനാണ് സമർപ്പിച്ചതെങ്കിൽ, നോക്കിയ പൗലോസ് പറയുന്നത്, എല്ലാവർക്കും, മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഈ വാഗ്ദത്തം ആർക്കെങ്കിലും ഏറ്റെടുക്കണോ? ഈ വാഗ്ദത്തം നോക്കി, മത്തായി 5:10, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം. അത് നമുക്ക് അടിവര ഇടണ്ട. ആ വാഗ്ദത്തം വേണ്ട. കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ എത്ര ക്ലിയർ ആയിട്ടാണ്. എന്നിട്ട് ഈ ഒരു ഭാഗ്യവചനം മനുഷ്യർക്ക് അത്ര അപ്പീലിംഗ് അല്ലാത്തത് കൊണ്ടായിരിക്കാം അത് 2 തവണ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് 10-ാം വാക്യത്തിലും പിന്നെ 11-ാം വാക്യത്തിലും. എന്നിട്ട് 12-ാം വാക്യത്തിൽ അതിനോടുള്ള പ്രതികരണം എന്തായിരിക്കണമെന്ന്. 11-ാം വാക്യം നോക്കി, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. പറയത്തില്ലേ? പാഷന്മാരുടെ കൂടെ അവൾ പോയിരിക്കുക, നേരം ഗ്ലോറി. അല്ലാതെ അന്നേരം ഉടനെ എല്ലാവരും ഫോൺ ചേർക്കുക, ഓ എനിക്കിവിടെ വീട്ടിൽ സാധനമില്ല, അങ്ങനെയാണ് ഇങ്ങനെ. യു ആർ നോട്ട് എ ഗ്രംബ്ലർ. പ്രശംസിക്കണം. എൻ്റെ നിമിത്തം അത് വളരെ കുറിച്ചോണം കേട്ടോ. അല്ലാതെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയിട്ട് വാങ്ങുന്നതല്ല. യേശുവിൻ്റെ നാമം നിമിത്തം, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. 12-ാം വാക്യം ശ്രദ്ധിക്കുക, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിലാകാൻ. എപ്പോഴ്? ഞാനോർത്ത് പാട്ടുമൊക്കെ പാടി
നമ്മുടെ സഹോദരൻ ലവി ഇച്ചിരി ചൂടാക്കും, അവനത് ക്വിക്കാക്കും, പെട്ടെന്ന് എന്താ എല്ലാവരും കൈയടിച്ചൊന്ന് ചൂടാക്കണം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പഴിക്കുകയും ദുഷിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ റിജോയ്സ്. സ്തോത്രം. അപ്പം നമുക്ക് നല്ല നെയ്ബേഴ്സിനെ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ പഴിക്കുകയും ദുഷിക്കുകയൊക്കെ ഡെയിലി ചെയ്യുന്നതാണ്. സ്തോത്രം കർത്താവേ സ്തോത്രം, ഇന്ന് മുതൽ അത് ചെയ്തോണം. അല്ല, നമ്മൾ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുക, കർത്താവേ അവനെ മാറ്റണം അവിടെ നിന്ന്. ഏത് ലോകത്തിലാണ് നമ്മൾ? എന്നിട്ട് കേൾക്ക് 12-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. അപ്പം യഥാർത്ഥ പ്രവാചകന് ഭൂമാലയല്ല കേട്ടോ, എന്താണ്? ഉപദ്രവമാണ്. വന്നിരിക്കുന്ന ദൂത് പറയാൻ ഒരടി ഒരു പൊട്ടിയിലാണ് കിട്ടുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പ്രവാചകന്മാർക്ക് എന്താ? ഇഷ്ടം പോലെ കാശ് കിട്ടും. ഇത്രയൊക്കെ ആയിട്ട് പോലും കണ്ണ് തുറക്കാത്ത പുള്ളികളുണ്ട്. 2 കൊരിന്ത്യർ 4:17 നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അപ്പോൾ കഷ്ടങ്ങൾക്കായി സ്തോത്രം, കഷ്ടങ്ങൾക്കായി സ്തോത്രം. അപ്പം ഇത്രയും കാര്യം മനസ്സിലായോ? കഷ്ടങ്ങളിൽ ഞങ്ങൾ ട്രിബുലേഷൻ. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ വേർപെട്ടു, എനിക്ക് കിട്ടേണ്ട ഓഹരി തന്നില്ലെങ്കിൽ, കല്യാണം കഴിക്കാനിരുന്നയാൾ കഴിക്കത്തില്ലെന്ന് പറയുമ്പോൾ, ഞാനൊരു വിശ്വാസിയായോട് അഡ്മിഷൻ കിട്ടാതെ ഇരിക്കുമ്പോൾ, ജോലി സ്ഥലത്ത് എല്ലാവരും കൂടെ വട്ടമിട്ടെന്നെ കളിയാക്കുമ്പോൾ, എൻ്റെ അയൽവാസികൾ എന്നെ പരിഹസിച്ച് കാർക്കിച്ച് തുപ്പുമ്പോൾ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ബന്ധുക്കൾ കല്യാണം നടക്കുമ്പോൾ വിളിക്കാതെ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, കഷ്ടങ്ങളിൽ ഞാൻ പ്രശംസിക്കുന്നു. അതിൻ്റെ കാരണം എന്താ? ഞാൻ പിന്നീടൊന്ന് പറയാം. അതിൻ്റെ കാരണം എനിക്കൊരു അറിവുണ്ട്. ഇത് ദൈവം അനുവദിച്ചിട്ട. എന്തിന്? എന്നെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാക്കാൻ. നമ്മുടെ വായിന്ന് കംപ്ലൈനിങ്ങും മർമറുമല്ല. സ്തോത്രം. യോഹന്നാൻ 15:20 കർത്താവിൻ്റെ വാക്കുകൾ നോക്കിക്കേ. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പീൻ. അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എൻ്റെ വചനം പ്രമാണിച്ചു എങ്കിൽ നിങ്ങളുടെയും പ്രമാണിക്കും. കർത്താവിനെ ഉപദ്രവിച്ചെങ്കിൽ, കർത്താവിൻ്റെ പുറകെ ഞാൻ പോകുന്നെങ്കിൽ ഉറപ്പാണ് ഉപദ്രവമുണ്ട്, ഉറപ്പാണ്. പക്ഷെ ആ ഉപദ്രവം വരുമ്പോൾ എനിക്കറിയാം, ഐ ആം ബിഹൈൻഡ് ദ ഫുട് സ്റ്റെപ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഉപദ്രവം സന്തോഷമല്ല, ഉപദ്രവം. എടാ, മേല് നോകത്തില്ലേ? അടി കൊണ്ടാൽ നോവും. നമ്മൾ സൂപ്പർഫിഷ്യൽ ആകുകയല്ല, റിയാലിറ്റിയാണിത്. പക്ഷെ ആ മേത്ത് അടി കൊണ്ട് നോകുമ്പോഴും ഉള്ളിലൊരു കത്തലുണ്ട്. ആ നിന്ന വാക്കുകൾ, പാസ്റ്റർമാരെല്ലാം കള്ളന്മാരാ. പ്രൈസ് ദി ലോർഡ്. ഉള്ളിൽ, നമ്മുടെ ഉള്ളത്തിൽ കാര്യം മനസ്സിലാകണം. ക്രിസ്തു നിമിത്തമുള്ളത്. മത്തായി 10:24-25 വാക്യം. ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, ദാസൻ യജമാനന് മീതെയല്ല. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി, യജമാനെ പോലെ ആകുന്നത് ദാസനും മതി. അവർ വീട്ടുടയവനെ ബേൽസബുൽ എന്ന് വിളിച്ചു എങ്കിൽ വീട്ടുകാരെ എത്രയധികം. അന്നേരം ഞാനൊരു അഭിഷക്തനായി, എന്നെ അങ്ങനെ വിളിച്ചു, അതുകൊണ്ട് അവനൊക്കെ ഒരു സൈഡ് കോടിപ്പോവും. ഇതൊന്നുമല്ല. അന്നേരം ഓർത്തോണം, കറക്റ്റ് പാതയില്ല ഞാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 4:19 അതുകൊണ്ട്
ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കട്ടെ. ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുക. അതുകൊണ്ട് ഈ പ്രസന്റ് ലൈഫിൽ ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എത്രയൊക്കെ കഷ്ടങ്ങൾ, ട്രിബുലേഷൻസ് വന്നാലും അതിൻ്റെ നടുവിൽ നമുക്കൊരറിവുള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, പ്രശംസിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. റോമർ 8:18 നോക്കിക്കേ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഇത് വെളിപ്പെടാം, അയൽവാസിയിൽ നിന്ന് വെളിപ്പെടാം, പ്രസംഗ വേദിയിൽ വെളിപ്പെടാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബന്ധക്കാരിൽ നിന്നിത് വെളിപ്പെടാം. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരങ്ങൾ ഷെയർ ചെയ്തതിനോട് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആളുകൾ കൂട്ടം കൂടി നമ്മളെ പരിഹസിക്കാനും കളിയാക്കുവാനുമൊക്കെ ക്രിസ്തു നിമിത്തം, പ്രമാണം നിമിത്തം. സ്തോത്രം. ശരിക്കും ഈ ദൈവസഭയിലുള്ള ദൈവമക്കളും ഇത് മനസ്സിലാക്കിക്കോണം. നമ്മൾ ഈ മാർഗത്തിൽ നടക്കുമ്പോൾ ഇത് നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും ഉപദ്രവത്തിൻ്റെയും മാർഗമാണ്. നമ്മുടെ നേതാവ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ ലോകം അവിടുത്തെ നിന്ദിച്ചു, ഉപദ്രവിച്ചു. ബേൽസിബൂബിനെ കൊണ്ടാണ് നീ ശുശ്രൂഷിക്കെന്ന് പറഞ്ഞാൽ അതിലപ്പോഴും എന്താണ്? കഴിഞ്ഞൊരു ദിവസമല്ലേ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ, നീ ഒരു ശമരിയനാണ്, നിനക്ക് ഭൂതമുണ്ട്, ഇതാരോടാ പറഞ്ഞത്? അപ്പോൾ നമ്മളെ ഏതെങ്കിലും വിളിച്ച ഉടനെ അങ്ങ് ഫീൽ ചെയ്യുകയൊന്നും വേണ്ട. ഇനി എങ്ങനെയാണ് നമ്മൾ പ്രശംസിക്കുന്നത്? എന്ത് മനോഭാവമാണ് നമുക്കുണ്ടാകേണ്ടത് എന്നുള്ളതിൻ്റെ ഉത്തരം, നമ്മൾ കഷ്ടതയിൽ അല്ലെങ്കിൽ ഈ സഫറിങ്സിൽ പ്രശംസിക്കണം. അത് സാധ്യമാണോ? എന്തുകൊണ്ട് പ്രശംസിക്കണോ? അപ്പോൾ പ്രശംസിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം കഴിഞ്ഞ ടോക്കുകളിൽ നമ്മൾ ചിന്തിച്ചതാണ്. എൻ്റെ അർത്ഥം ബോസ്റ്റ് ചെയ്യുക. കാരണം ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ റിജോയ്സ് ചെയ്യുക. എന്തുകൊണ്ടാണ് എൻ്റെ കാരണം? നിങ്ങൾ ഈ വാക്യം നോക്കിയേ, അവിടെ ഒരു പദപ്രയോഗം, എന്നറിഞ്ഞ് എന്നൊരു പദപ്രയോഗം. അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും. 3-ാം വാക്യമാണ്, സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ്. ആ അറിവ്, ആ വെളിപ്പാട് നിമിത്തമാണ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നത്. അല്ലാതെ അല്ല. നമുക്കൊരു നോളജുണ്ട്, തിരുവെഴുത്തിൽ നിന്നൊരു അറിവുണ്ട്, അതാണ് സത്യം. അത് നമ്മുടെ ഉള്ളത്തിലുള്ളത് കൊണ്ട് നമുക്ക് പ്രശംസിപ്പാൻ കഴിയുന്നു, സന്തോഷിക്കാൻ കഴിയുന്നു, തീവ്രമായി സന്തോഷിപ്പാൻ കഴിയുന്നു. എന്താണ് ഈ അറിവ്? അറിവെന്നുള്ളത് നിത്യതയുടെ കാഴ്ചപ്പാടിൽ ഈ ഉപദ്രവം, ഈ നിന്ദ, ഈ പരിഹാസം എനിക്ക് എങ്ങനെ ഇഫക്റ്റീവ് ആകുന്നു. നാട്ടുകാരെല്ലാം കൂടെ നിൽക്കുമ്പോൾ ഒരാൾ വാദം പരിഹസിക്കുകയാണ്, നിന്ദിക്കുകയാണ്, ചിലപ്പോൾ ഓടി വന്ന് ഒരു അടിയോടെ തന്നു. അപ്പം മനുഷ്യൻ്റെ മുൻപിൽ കൊച്ചാകുന്ന പോലെ തോന്നുന്നു. എന്നാൽ നിത്യതയുടെ കാഴ്ചപ്പാടിൽ ഇതെനിക്ക് ഭയങ്കര ഗെയിനാണ്. നിത്യതയുടെ കാഴ്ചപ്പാടിൽ എനിക്കിത് ഭയങ്കര സമ്പത്താണിത്. ആ അറിവാണ് എന്നെ കഷ്ടതയുടെ നടുവിൽ പ്രശംസിക്കാൻ തക്കവണ്ണം പ്രാപ്തനാക്കുന്നത്. എന്താണ് ഈ അറിവ്? എന്താണ് ഈ നിത്യതയുടെ കാഴ്ചപ്പാട്? ഈ കഷ്ടത കുറെ കാര്യങ്ങൾ ഉളവാക്കുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ കഷ്ടത ഇല്ലല്ലോ, ഇത് ഉളവാകത്തില്ല. എന്താണ്? പെർസിവറൻസ്, സഹിഷ്ണുത ഉളവാക്കുന്നു. അപ്പോൾ സഹിഷ്ണുത ജീവിതത്തിൽ വേണമെങ്കിൽ ദൈവം അനുവദിക്കുകയാണ് കഷ്ടത, ക്രിസ്തു നിമിത്തമുള്ള പരിഹാസം, ദണ്ഡനങ്ങൾ, അടികൾ. എന്തിനാണ്? നമ്മുടെ അകത്ത് ഈ ക്രൈസ്റ്റ് ലൈക്ക് നേച്ചർ വെളിപ്പെടാൻ. സ്തോത്രം.
പ്രൈസ് ദ ലോർഡ്. അല്ലാതെ നമ്മൾ കഷ്ടതയിൽ പ്രശംസിക്കുക എന്ന് പറയുമ്പോൾ എന്നെ അങ്ങ് ദിണ്ണിപ്പിക്കുക, എൻ്റെ ശരീരമൊക്കെ അങ്ങ് മുറിപ്പെടുത്ത്, ആ മുറി കാണുമ്പോൾ ചോര കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. ആ അർത്ഥത്തിലല്ല. അയ്യോ അടി കിട്ടിയാൽ വേദന എടുക്കത്തില്ലേ? നമ്മുടെ കുറേ കാര്യങ്ങൾ പിടിച്ചു പറിച്ചാൽ, അല്ലെ കിട്ടേണ്ട കുറേ കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ അത് വേദനയാണ്. അല്ലാതെ ചോര കണ്ട് ആരാണ്ട് കുത്തിയപ്പോൾ ചോര കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു സന്തോഷം. ആ സന്തോഷമല്ല ഈ പറയുന്നത്. നിത്യതയോടുള്ള ബന്ധത്തിൽ എൻ്റെ അകത്ത് എനിക്ക് കിട്ടുന്ന കുറേ സമ്പത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രയാസവും ദണ്ഡനവും അടിയും ഉപദ്രവവും കളിയാക്കും ഒക്കെ അനുഭവിക്കുന്നവരാരേലും ഉണ്ടോ? ഇതുവരെ അനുഭവിച്ചിട്ടില്ലേ? നിങ്ങൾ അറിയണം, ഇത് അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അല്ലാത്ത ക്രിസ്തീയ ജീവിതം അതെന്താണ്? അങ്ങനെ ഒരു ജീവിതം ഉണ്ടോ? ഞാൻ യേശുവിൻ്റെ പാതയിലാണ് നടക്കുന്നത്, പക്ഷേ എനിക്കൊരു കുഴപ്പമില്ല. അത് വേറെ ഏതോ പാതയാണ്. ജീസസിൻ്റെ പുറകെ ആണെങ്കിൽ നിന്ദയും പരിഹാസവും ഉപദ്രവവും എല്ലാം ഉണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 16-4 വരെയുള്ള വാക്യങ്ങളിൽ 1 ലോകം പകയ്ക്കും, ലോകം 2 ഉപദ്രവിക്കും, 3 പള്ളിഭ്രഷ്ടരാക്കും, 4 കൊല്ലും. യേശു പറയാണ്, യേശുവിനെ അനുഗമിച്ചാൽ. അയ്യോ അവിടുന്ന് ഞങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്ന് കത്ത് കിട്ടി, അതിനെന്തുവാ? വീട്ടിലൊരു കോട്ടേജ് മീറ്റിംഗ് വെച്ച് അന്ന് നല്ല എല്ലാവർക്കും ചാപ്പാട് കൊടുത്ത് സന്തോഷിക്കണം. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന പലർക്കും അങ്ങനെ പള്ളിക്കത്ത് ലഭിച്ചവരാണ്. അല്ലാതെ അവിടെയും പോയി ഇവിടെയും പോയി ഉഴപ്പിത്തിരിഞ്ഞ് അങ്ങോട്ട് വിളിക്കാണ്. പെന്തിക്കോസിലാന്ന് ആന്നോ ഇപ്പം അവിടെ പോകുന്നത്, പള്ളിയിലാന്നോ അവിടെ ഉണ്ട്. അങ്ങനല്ല, സ്റ്റാൻഡ് ക്ലിയർ ആയിരിക്കണം. യോ പാസ്റ്ററെ ഞങ്ങൾ ഈ താമസിക്കും, ഞങ്ങളുടെ അയൽവാസി മുഴുവൻ പരിപാടിയാണ്. കാരണം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവർ ഞങ്ങളെ തല്ലിക്കൊല്ലും. തല്ലട്ടെ കൊല്ലട്ടെ, അതിൻ്റെ നടുവിലാണ് നമ്മളെ ദൈവം രൂപപ്പെടുത്തുന്നത്. ആ വില കൊടുത്ത് ഇതിനകത്ത് വന്ന ധാരാളം ആളുകളുണ്ട്. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. ആ നിന്ന ദൈവം അനുവദിക്കുകയാണ്. കാരണം ചിലത് ഉളവാകും നിങ്ങളിൽ. മറഞ്ഞു കിടന്ന ചില കാര്യങ്ങൾ ശക്തിയോടെ പുറത്തു വരും. അതിന് ദൈവം അനുവദിച്ചതാണത്. കഷ്ടതയിൽ നിന്ന് ആരും ഒളിച്ചോടരുത്. ദൈവവചനം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുകയെ, റോമർ 8:17, നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടതയിൽ പ്രശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തേജസ്സിൽ ഞാൻ പ്രശംസിക്കുന്നു. നമ്മൾ പറഞ്ഞു വാവ് പ്രൈസ് ദി ലോർഡ്, എൻ്റെ ഭാവിയെല്ലാം സുരക്ഷിതമാണ്. പക്ഷേ ഈ ഭാവിയിൽ എത്തുന്നതിന് മുമ്പ് ഈ കാലഘട്ടത്തിലോ തേജസ്സിൻ്റെ കൂട്ടത്തിൽ ഭാഗവാക്കാകുവാൻ പ്രത്യാശയുള്ള എനിക്ക് ഈ ലോകത്തിൽ കഷ്ടതയുണ്ട്, അതിലും ഞാൻ പ്രശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 1 തെസ്സലോനിക്കർ 3:3, കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. എന്തോ വാക്യമാണ്. നാം നിയമിക്കപ്പെട്ടിരിക്കുകയാണ് കഷ്ടം അനുഭവിക്കാൻ. സ്തോത്രം. ഇത് കൃത്യം മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച് കഷ്ടത, അങ്ങനെ ഒരു സംഭവമില്ല. ഇത് കഷ്ടതയിലൂടെ, ചില കഷ്ടതയിലൂടെ നമ്മൾ കടന്നു പോകണം. അതുപോലെ പീഡനം വരുമ്പോൾ ഓർത്തോണം, നമുക്ക് പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയുണ്ട്. കർത്താവേ അവിടുന്ന് സഹായിക്കണം,
ഞങ്ങളെ സഹായിക്കണം. ദൈവവചനം പറയാനുള്ള കൃപ ഞങ്ങളുടെ മേൽ തരണം. ഭയന്ന് വീട്ടിലിരിക്കാൻ അനുവദിക്കല്ലേ. പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പ്രവർത്തനവും നടക്കണം. അല്ലാതെ നമുക്കെല്ലാം കൂടെ കൂട്ടം കൂടി ഒരുത്തനെ അങ്ങ് ആക്രമിക്കാം. അത് ക്രിസ്തീയ ലൈനല്ല. നമ്മുടെ ജഡമനുഷ്യൻ അതിനൊക്കെ ഓക്കെ പറയും. ശരിയാണ്, നീ പണ്ട് വലിയ അഭ്യാസിയായിരുന്നു, നീ ഒന്ന് ഇറക്കിയാൽ മതി, അവന്മാർ പേടിച്ചോടിക്കോളും. ഞാൻ ചോദിക്കട്ടെ, പരസ്യയോഗത്തിന് നിന്ന് അഭ്യാസിയുടെ അഭ്യാസം ഇറക്കിക്കഴിഞ്ഞ് പിന്നെ എന്നോ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്? ഇവിടെ സംസാരിക്കാനൊക്കത്തില്ല, പോകാൻ പറഞ്ഞാൽ ഓക്കെ, അടുത്തടുത്തോട്ട് പോവാം, അത്രേ ഉള്ളൂ. ആ സഹിഷ്ണുത എവിടുന്ന് കിട്ടി? ട്രെയിൻഡാ. കഷ്ടത, സഹിഷ്ണുത. സഹിഷ്ണുത എന്ന വാക്ക് എൻഡ്യൂറൻസ്, പേഷ്യൻസ് എന്ന വാക്കാണ്. സ്റ്റെഡ്ഫാസ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ ലളിതമായിട്ട് പറയാം, സ്റ്റേയിങ് പവർ. വിടത്തില്ല, നിൽക്കും. ഇടിച്ചാലും ഉന്തിയാലും കളിയാക്കിയാലും അവിടെ നിൽക്കും. ദ സ്റ്റേയിങ് പവർ, എൻഡ്യൂറിങ്, പെർസീവറിങ്. കഷ്ടത, സഹിഷ്ണുതയെ ഞാൻ ആ വേർഡ് പെർസിവറൻസിൻ്റെ ഒരു വേർഡ് സ്റ്റഡി ഞാൻ നടത്തി. അത് ഞാനിവിടെ പറയാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ നിരന്തരമായി വേട്ടയാടുമ്പോഴും വിട്ടുകൊടുക്കാതെ അവിടെ തന്നെ ദൈവകൃപയിൽ ആശ്രയിച്ച് നിൽക്കുക, പെർസീവർ ചെയ്യുക, തളർന്നു പോകാതെ നിൽക്കുക. റോമർ 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇത് മുഴുവനും നന്മയ്ക്കായി. എന്താണ് ഈ നന്മ? നന്മ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകും. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം ഉപദ്രവങ്ങളിൽ പ്രശംസിക്കും. കണ്ണുകളടയ്ക്കാം. നമുക്കടുത്ത ആഴ്ച ഈ റോമാലേഖനത്തിൻ്റെ ഈ പഠനം കണ്ടിന്യൂ ചെയ്യണം. ഇത് നിങ്ങളുടെ ഹൃദയത്തോട് നിങ്ങൾ ചേർത്ത് പിടിക്കണം. നിങ്ങൾ ജോലി സ്ഥലത്ത് ചിലപ്പോൾ ഇതുണ്ടാകാം. ജോലി സ്ഥലത്ത് പ്രയാസങ്ങളുണ്ടാകാം, നിന്ദകളുണ്ടാകാം, പരിഹാസങ്ങളുണ്ടാകാം. ഉടനെ നമ്മൾ ദൈവകൃപയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്, അല്ലാതെ അവിടെ ബഹളം ഉണ്ടാക്കുക എന്നുള്ളതല്ല. നമ്മുടെ റൈറ്റ്സ് ആയിട്ടുള്ള കാര്യം ദൈവസ്നേഹത്തിൽ നമുക്ക് അവതരിപ്പിക്കാൻ അവകാശമുണ്ട്. ആത്മാവിനാൽ നടത്തപ്പെടുക. ആരോടും വഴക്കെട്ടാനല്ല നമ്മളെ ഈ ലോകത്തിൽ ദൈവം അയച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാനിത് പ്രസംഗിക്കുമ്പോൾ എന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും വല്ലാതെ ഇടപെടുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഈ വചനങ്ങൾ എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, പുറത്തു നിന്നുള്ള പീഡനങ്ങളുണ്ട്. പുറത്തു നിന്നുള്ള പീഡനങ്ങൾ അത് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അകത്ത് നിന്നും പ്രോപ്പർ അല്ലാത്ത ആളുകളുടെ പീഡനങ്ങളുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. സകലതും നീതിയോടെ വിധിക്കുന്ന ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളല്ല ഒരു കാര്യത്തിനും മറുപടി പറയേണ്ടത്. നമ്മളല്ല ഒരു കാര്യത്തിനും ഒരു ആക്ഷൻ എടുക്കേണ്ടത്. സഭ ദൈവത്തിൻ്റെ വകയാണ്. നാളെ പുറത്തുനിന്നൊരു അറ്റാക്ക് ഉണ്ടായി നമുക്ക് ഒരുമിച്ച് കൂടാനൊക്കത്തില്ല. ഒത്തില്ലെങ്കിലും നമ്മുടെ ഉള്ളത്തിൽ ക്രിസ്തുവിൻ്റെ വിശ്വാസം നമ്മൾ കളയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പിന്നെയും ദൈവത്തെ ആരാധിക്കും. കർത്താവ്, ഇതിൻ്റെ നടുവിൽ ഞങ്ങളുടെ മേൽ തന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഇതെല്ലാം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നമ്മളെ അനുരൂപമാക്കുകയാണ്. എല്ലാ കണ്ണുകളും ദൈവസ്ഥലം അടച്ചാട്ട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം.